ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു നോർമൽ സർവീസാണ് നമ്മൾ കാണിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ചെറിയ രണ്ട് കംപ്ലയിൻസും ഉണ്ട്. ഒന്ന് നമ്മുടെ ആക്സിലിൻ്റെ ബൂട്ടിൽ ചെറിയ ലീക്ക് ഉണ്ട്, ആ കാര്യം കൂടെ ഇതിനകത്ത് ക്ലിയർ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഐഡൽ നിൽക്കാത്ത ചെറിയൊരു പ്രശ്നം, AC ഒക്കെ ഇടുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നോർമൽ സർവീസിൽ ഓയിൽ ഫിൽറ്റർ, AC ഫിൽറ്റർ, എയർ ഫിൽറ്റർ, സ്പാർക്ക് പ്ലഗ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിലേ മാറ്റുന്നുള്ളൂ. പിന്നെ ബാക്കിയുള്ള കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണുള്ളൂ. അപ്പോൾ ബാറ്ററിയിലെ വെള്ളം നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് നന്നായിട്ട് കുറവുണ്ടായിരുന്നു. അതിലെ ഇൻഡിക്കേഷൻ നോക്കുന്ന സമയത്ത് ഒരു ബ്ലാക്ക് പോലത്തെ ഒരു സ്പോട്ടാണ് കാണുന്നത്. കൂടുതലായിട്ട് ഈ വണ്ടി നിർത്തിയുന്ന ഒരു കണ്ടീഷനിലാണ് ഉണ്ടാവാറ്. പിന്നെ അതുപോലെ തന്നെ ഐഡിൽ നിൽക്കാത്ത ഒരു പ്രശ്നം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് MAP സെൻസർ ഒരു സമയത്ത് അതിനകത്ത് വല്ലാണ്ട് ഡസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെയാണ് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ അവസ്ഥയും വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥയുണ്ടായിരുന്നു. പിന്നെ സ്പാർക്ക് പ്ലഗ് ചെക്ക് ചെയ്ത സമയത്ത് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. സ്പാർക്ക് പ്ലഗ് ഒരു നീറ്റ് കണ്ടീഷനിൽ ഉള്ളത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഇടുന്നേ ഉള്ളൂ. അപ്പോൾ മാനിഫോൾഡ് ഫുള്ളായിട്ട് ഊരാണ്ട് ജസ്റ്റ് ത്രോട്ടിൽ ബോഡി ഉരുട്ട് അതിനകത്ത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക. പിന്നെ ത്രോട്ടിൽ ബോഡി മൊത്തത്തിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം. അതുപോലെ തന്നെ MAP സെൻസറും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ എയർ ഫിൽറ്റർ മാറാത്തതുകൊണ്ടാണ് ഇത്രയും ഡസ്റ്റ് ഇതിനകത്ത് കളക്ട് ആയത്. ഇത് മാനിഫോൾഡിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ചളി പോലുള്ള ഒരു സെറ്റപ്പ് ആയത്. അപ്പോൾ ഇത് ശരിയായ രീതിയിൽ നമ്മൾ ആ ഒരു കറക്റ്റ് പീരീഡിലും എയർ ഫിൽറ്റർ മാറാത്തത് കാരണമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഞ്ചിൻ ഓയിൽ ഡ്രെയിൻ ചെയ്യാം. എഞ്ചിൻ ഓയിൽ മാറ്റേണ്ട സമയം ഏകദേശം പറയുന്നത് 8 മാസം മുതൽ 1 കൊല്ലത്തിൻ്റെ ഇടയിൽ മാറ്റണം എന്നുള്ളതാണ് പറയുന്നത്. കിലോമീറ്റർ 8000 മുതൽ 10,000 ഇടയിൽ മാറ്റണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ AC ഫിൽറ്റർ അയച്ച് ചെക്ക് ചെയ്ത സമയത്ത് AC ഫിൽറ്റർ വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥയുണ്ടായിരുന്നു. ബ്ലോവർ നോയ്സും ഉണ്ടായിരുന്നു. അപ്പോൾ AC ഫിൽറ്റർ ഏകദേശം 2500 കിലോമീറ്റർ അയച്ച് ക്ലീൻ ചെയ്തിടാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എവരി 40,000 കിലോമീറ്റർ റീപ്ലേസ് ചെയ്യാനും മാനുഫാക്ചർ റെക്കമെൻഡ് ചെയ്യുന്നു. പിന്നെ AC ഫിൽറ്റർ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ലൈറ്റിൽ കാണിച്ചു കഴിഞ്ഞാൽ അതിനകത്തൂടെ ലൈറ്റ് ഇങ്ങനെ കാണും. അപ്പോൾ എയർ ഫ്ലോ കറക്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇതുപോലെ ക്ലോക്ക്ഡ് ആയിട്ടൊരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് കറക്റ്റായിട്ട് അതിനകത്തൂടെ വരില്ല. അപ്പോൾ AC ഫിൽറ്റർ റീപ്ലേസ് ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നെ കളർ നോക്കിയിട്ട് നമുക്ക് അതിന്റെ കണ്ടീഷൻ മനസ്സിലാക്കാൻ പറ്റും. ഏകദേശം ഒരു 90% ക്യാബിൻ ഫിൽറ്ററും വൈറ്റ് കളറിലാണ് വരാറ്. ഓക്കെ, അപ്പോൾ ഈ വെള്ളം ഒഴിക്കുന്ന ബാറ്ററികളിൽ അതിന്റെ വെള്ളത്തിന്റെ അളവ് വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ മുകളിൽ തന്നെ ഒരു ഇൻഡിക്കേഷൻ മാർക്ക് ഉണ്ടായിരിക്കും. അതിനകത്ത് പച്ച കളറാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ് ബാറ്ററി. അതിനകത്തൊരു പ്രത്യേകിച്ച് കളറൊന്നും കാണില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് ആസിഡിന്റെ കമ്മിയുണ്ട്, ലൈറ്റ് ആയിട്ട് ചാർജ് കമ്മിയുണ്ട് എന്നാണ്. ഇനി അതിനകത്ത് റെഡ് കളറാണ് കാണുന്നുണ്ടെങ്കിൽ ബാറ്ററി റീപ്ലേസ് ചെയ്യാനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെക്ക് ചെയ്ത സമയത്ത് വെള്ളം കുറവുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു മാർക്ക് വരെ വെള്ളം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാനിഫോൾഡും അതുപോലെ തന്നെ MAP സെൻസറും ത്രോട്ടിൽ ബോർഡ് എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി സ്പാർക്ക് പ്ലഗ്, എയർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാം. അപ്പോൾ 5W30 എഞ്ചിൻ ഓയിലാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. 3 ലിറ്ററാണ് ഓയിലിന്റെ കപ്പാസിറ്റി വരുന്നത്. ഓക്കെ, അപ്പം സസ്പെൻഷൻ വർക്ക് നോക്കാം. ആക്സിലിന്റെ 2 സൈഡും കീറിയിട്ടുണ്ട്, ലെഫ്റ്റും റൈറ്റും. അപ്പോൾ ഇത് ഏകദേശം പുതിയത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3000 രൂപ മുതൽ 6000 രൂപേൻ്റെ അടുത്ത് വരെ ആവും. അപ്പോൾ നമ്മളിത് റീകണ്ടീഷൻ ചെയ്യുകയാണെങ്കിൽ കോഴിക്കോട് ഇതിനായിട്ടൊരു ഷോപ്പ് ഉണ്ട്. ആക്സിലിന്റെ വർക്കുകളും അതുപോലെ തന്നെ സ്റ്റിയറിംഗിന്റെ ഒക്കെ വർക്കുകൾ ചെയ്യുന്ന ഷോപ്പ് ഉണ്ട്. അവിടേക്ക് ഇത് അയച്ചിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം വർക്ക് കഴിഞ്ഞിട്ട് ആക്സിൽ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഏകദേശം 3000 രൂപയാണ് 2 ആക്സിൽ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ ഫിറ്റിംഗ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് വേറെ സൗണ്ടോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ള ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ 6 മാസം വരെ ഇതിന് ഗ്യാരണ്ടി ഉണ്ട് ഈ ആക്സിലിന്. അപ്പോൾ എന്താണെങ്കിൽ റിട്ടേണും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോനകത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.